യെസ്, അങ്ങനെ CGL എക്സാം കഴിഞ്ഞു, പ്രിലിംസ് കഴിഞ്ഞു, എൻ്റെ കട്ട് ഓഫ് വന്നു. ഒരുപാട് ആളുകൾക്ക് കയറാൻ പറ്റിയിട്ടില്ല. പ്രിലിംസിൻ്റെ ലിസ്റ്റിലേക്ക് ഒരുപാട് ആളുകൾ വന്നിട്ടില്ല. ഒരു ഭയങ്കര നമ്മുടെ ചരിത്രത്തിൽ തന്നെ ഭയങ്കര ഹൈ ആയിട്ടുള്ള ഒരു 153 എന്ന് പറയുന്ന ലെവലിലേക്കാണ് നമ്മളെ കട്ട് ഓഫ് പോയത്. അപ്പോൾ എല്ലാവരും ടെൻഷനിലാണ്, ഒരുപാട് ആൾക്കാർ സ്കാം ആണെന്നൊക്കെ പറയുന്നുണ്ട്. സ്റ്റിൽ നമ്മൾ മുന്നോട്ട് പോയി തന്നെ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ ഞാനൊരു ഡീറ്റെയിൽഡ് സ്ട്രാറ്റജി, ഓരോ ദിവസവും എന്ത് ചെയ്യണം എന്നുള്ള സ്ട്രാറ്റജി ഒന്നും പറയാൻ വേണ്ടിയല്ല വന്നത്. ബട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, കുറച്ച് സത്യങ്ങൾ പറയാനുണ്ട്. അത് ചിലർക്കെങ്കിലും ഇഷ്ടപ്പെടാതെ പോകുന്ന കാര്യങ്ങളായി പോകും. എന്നാൽ പോലും നമ്മളിത് മനസ്സിലാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. അതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ SSC സ്കാം ആണ്, അതുകൊണ്ട് ഇനി മുതൽ SSC ഫോളോ ചെയ്യുന്നില്ല. നിങ്ങളൊരു ചിലപ്പം ഇതിൻ്റെ തൊട്ടടുത്ത്, ഈ കട്ട് ഓഫിൻ്റെ തൊട്ടടുത്തെത്തി വീണുപോയ ആൾക്കാരായിരിക്കും. അതുകൊണ്ട് ഇനി കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ ബ്ലണ്ടറാണ്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ തൊട്ടടുത്തെത്തി നിൽക്കുന്ന ആളുകളാണ്, നിങ്ങളെ പുറകിലേക്ക് ഒരുപാട് ആളുകളുണ്ട്, നിങ്ങൾ ഒരുപാട് മുന്നിലെത്തിയതാണ് ഈ ഒരു സമയം കൊണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ഇട്ട് കളഞ്ഞു പോകരുത് എന്നുള്ളതാണ് എനിക്ക് തുടക്കത്തിൽ തന്നെ പറയാനുള്ളത്. അത് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചോളുക. ഇപ്പം നിങ്ങൾക്ക് തൽക്കാലത്തേക്ക് ആശ്വസിക്കാം, സ്കാം ആയതുകൊണ്ടാണ് എനിക്ക് ഇത്തവണ കിട്ടാത്തത് എന്നൊക്കെ ആശ്വസിക്കുക തൽക്കാലത്തേക്ക്. പക്ഷേ അതല്ല, നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ കട്ട് ഓഫ് കടന്ന 1,60,000 മുകളിലേക്കുള്ള ആൾക്കാരെല്ലാം ഒരു സ്കാമിൽ കയറിയതാണോ? അല്ല. അവരൊക്കെ ഈ 153 അല്ലെങ്കിൽ ആ ഒരു ലെവൽ ഓഫ് കട്ട് ഓഫ് ക്ലിയർ ചെയ്ത ആൾക്കാർ, ഒരു 146 ഒക്കെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോയ ആൾക്കാരാണ്. അപ്പം നമുക്കും അത് പറ്റുമായിരുന്നു, നമ്മളത് ചെയ്തില്ല എന്നുള്ളതുകൊണ്ടാണ് ഇത്തവണ നമുക്ക് കയറാൻ പറ്റാഞ്ഞത്. അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മിസ്റ്റേക്കാണ് ഇത്തവണ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാഞ്ഞത്, കയറാൻ പറ്റാഞ്ഞത്. കട്ട് ഓഫ് എത്ര തന്നെ ആയാലും നമുക്ക് കയറാൻ പറ്റണം. കാരണം വളരെ എളുപ്പമായിരുന്നു എക്സാം ഇത്തവണ. ഞാൻ നിങ്ങളോട് റിസൾട്ട് വന്ന സമയത്ത്, കട്ട് ഓഫ് വന്ന ആ വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞാണ്, ഇത്തവണ വളരെ എളുപ്പമായിരുന്നു എക്സാം. നിങ്ങൾക്കറിയാം, മാത്സിൻ്റെ ഒക്കെ ലെവൽ എന്ന് പറഞ്ഞാൽ വളരെ 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 ലോ ലെവലിലേക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കട്ട് ഓഫ് ഭീകരമായിട്ട് കൂടിയിട്ടുള്ളതും. അപ്പോൾ ഈ ഒരു കാരണം മനസ്സിലാക്കി ആ സമയത്തും നമുക്ക് ഈ സ്കോറിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളത് നമ്മളെ മിസ്റ്റേക്കാണെന്ന് മനസ്സിലാക്കി വേണം നമ്മൾ അടുത്ത ഒരു ലെവലിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ SSC CGLൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച് ഒരു ലെവലിലേക്ക് എത്തി, ഇനിയൊരു പ്രിലിംസ് ക്ലിയർ ചെയ്ത് ഒരു മെയിൻസിനെ ഫോക്കസ് ചെയ്യുക എന്നുള്ള ലെവലിലുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, എന്താണ് നിങ്ങളുടെ സാഹചര്യം, ആ സാഹചര്യത്തിനനുസരിച്ച് എന്തൊക്കെ മനസ്സിലാക്കണം, എന്തിനൊക്കെ പ്രാധാന്യം കൊടുത്ത് പഠിക്കണം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും അടുത്ത 2025 CGL ഫോക്കസ് ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണുക. ഇത് കാണുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്കാം എന്ന് പറയുന്ന ഒരു നമുക്കെന്താ ഒരു പുകമറയുള്ള ഒരു സിറ്റുവേഷനെ പറ്റി ഞാനൊന്നും സംസാരിക്കുന്നില്ല. അതൊക്കെ അതിൻ്റെ വഴിക്ക് നടന്നോട്ടെ. നമുക്ക് നമ്മളുടെ കാര്യം ഇപ്പോൾ പ്രോപ്പറായിട്ട് നടക്കുക എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു സമാധാനത്തിന് വേണേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സമാധാനത്തിന് വേണമെങ്കിൽ ഇത്തവണ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് കിട്ടാത്തത് എന്ന് നമ്മളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാം. എന്നാൽ പോലും നമുക്ക് ഇത്രയും സ്കോർ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് നമ്മളുടെ ഒരു മിസ്റ്റേക്ക് ആയിട്ട് തന്നെ കാണാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 153 കട്ട് ഓഫ് അല്ലെ അതിന് മുകളിലേക്ക് കട്ട് ഓഫ് വാങ്ങുക എന്നുള്ളത്, അത്രയും മാർക്ക് വാങ്ങുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അതുണ്ടെങ്കിലേ നമുക്ക് മെയിൻസിന് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. മെയിൻസിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ഇത്രയെങ്കിലും സ്കോർ ഉണ്ടാവണം. അപ്പോൾ അടുത്ത തവണ കട്ട് ഓഫ് ഇനി 160 ആയാലും 170 ആയാലും നമുക്കത് വാങ്ങിയെടുക്കാൻ പറ്റണം, നമ്മൾ അതിലുണ്ടാവണം എന്നുള്ളൊരു തീരുമാനം ഇപ്പോൾ എടുത്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റണം. അതിൽ നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത എന്തൊക്കെയാണ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതും കൂടെ പറയണമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ സമയം ഒന്ന് കണ്ടെത്തി ഈ ഒരു വീഡിയോ, ഒരു 15 മിനിറ്റ് വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങളൊരു തീരുമാനത്തിലേക്ക് എത്തുക. ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, SSC സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇവിടെ വരെ എത്തിയതാണ്, ഇത്രയും നിങ്ങൾ സ്കോർ ചെയ്തതാണ് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് വിട്ടുകൊടുക്കാൻ പാടില്ല എന്നുള്ളത് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇത് നമ്മുടെ പ്രിലിംസ് ക്ലിയർ ചെയ്ത, ഇത്രയും ഹൈ കട്ട് ഓഫ് ആയിട്ട് പോലും പ്രിലിംസ് ക്ലിയർ ചെയ്ത ഒരുപാട് കുട്ടികൾ നമ്മുടെ ദിശ അക്കാദമിൻ്റെ സെൻറ്ററുകളിലുള്ള കുട്ടികളാണ്. അവിടെയും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വലിയ സങ്കടം, അതായത് നിങ്ങളെപ്പോലെ തന്നെ 140, 150 ഒക്കെ വാങ്ങിയിട്ടുള്ള കുട്ടികളൊക്കെ വലിയ സങ്കടത്തിലാണ്. ജസ്റ്റ് ചെറിയ മാർക്കിന് മിസ്സായി എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളെ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ സമയത്തും നമ്മൾ ചെയ്യുന്നതൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടണമെന്നില്ല. ചിലപ്പോഴൊക്കെ ഫ്ലോപ്പ് ആവും. ആ ഫ്ലോപ്പായ സാധനം അത് മനസ്സിലാക്കി, എന്തുകൊണ്ട് ഫ്ലോപ്പായി എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ സക്സസ്ഫുൾ ആവും. നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ടത്. ഒരിക്കലും ആരും ഒന്ന് ട്രൈ ചെയ്യുമ്പോഴേക്കും സക്സസ് അവരെടുത്ത് എത്തിയിട്ടില്ല. അവർ പണിയെടുത്ത് ചിലപ്പോൾ ആദ്യം തോറ്റ്, ചിലപ്പോൾ വീണ്ടും തോറ്റ്, പിന്നെയും തോറ്റിട്ടൊക്കെ ആയിരിക്കും എത്തുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവസരമായിരുന്നു ഇത് എന്ന് മനസ്സിലാക്കി ഒന്ന് കറക്റ്റ് ചെയ്യാനുള്ളൊരു സമയമായിരുന്നു ഇത്.
ഇനി കറക്റ്റ് ചെയ്യുക, ഇനി അടുത്ത എക്സാമിന് വേണ്ടി കറക്റ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത എക്സാമിന് വേണ്ടി കറക്റ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല അവസരമാണ് SSC നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? 2025 എക്സാം ജൂൺ ജൂലൈയിൽ നടക്കുമെന്നാണ് പറഞ്ഞത്. ഏതാണ്ട് ഒരു 6 മാസം, അതിലപ്പുറത്തേക്ക് സമയമില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഫ്രഷർ ആയിട്ടുള്ള ഒരാൾ, ജസ്റ്റ് ഇതുവരെ SSC പഠിക്കാത്ത ഫ്രഷർ ആയിട്ടുള്ള ഒരാൾ വന്നിട്ട് SSC പഠിക്കാനുള്ള ഒരു 6 മാസം സമയം, അവർക്ക് ജസ്റ്റ് സിലബസ് കവർ ചെയ്യാനുള്ള സമയം മാത്രമേ ഉള്ളൂ 6 മാസം. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ, നിങ്ങൾ ഓൾറെഡി പഠിച്ചു, നിങ്ങൾ ഓൾറെഡി അത്യാവശ്യം സിലബസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ആളുകളാണ്. ഇനി നിങ്ങൾ കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഈ ഒരു ടയർ 1 എക്സാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ടയർ 1 അല്ല, ഈ പ്രാവശ്യം നടക്കാൻ പോകുന്ന ആ ഒരു ടയർ 2 എക്സാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. പറ്റണമെങ്കിൽ ഇനിയുള്ള 6 മാസം നിങ്ങൾ ഈ പറഞ്ഞ ഡിപ്രഷൻ ഒന്നും ഇല്ലാതെ, ഡിപ്രഷൻ എന്നല്ല, നിങ്ങൾ ഈ പറഞ്ഞ ഇപ്പം നമ്മൾ ആ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുണ്ടല്ലോ, ഈ കട്ട് ഓഫ് കൂടിപ്പോയി അതുകൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള ആ ഒരു സങ്കടം, അത് ഒഴിവാക്കിയിട്ട്, അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് പഠിക്കാൻ തുടങ്ങുക എന്നുള്ളത് തന്നെയാണ്. ഇന്ന് മുതൽ പഠിക്കാൻ തുടങ്ങുക. ആ ആവേശം അങ്ങ് വിട്ട് കളയാണ്ടിരിക്കുക. നിങ്ങൾ തൊട്ടടുത്ത ദിവസം എക്സാം ആണെന്നുള്ള ധാരണയിൽ തന്നെ മുന്നോട്ട് പഠിക്കുക. ഈ ഒരു എക്സാം വരുമ്പോഴേക്കും നിങ്ങൾക്ക് എന്തായാലും ഒരു 160+ സ്കോർ ചെയ്യണം. അതായിരിക്കണം ലക്ഷ്യം. കട്ട് ഓഫ് അത്രയും പോയി കഴിഞ്ഞാൽ സ്കാം ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ എന്തായാലും പുറത്തായിരിക്കും. നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. നമ്മുടെ നീറ്റിൽ സ്കാം ആണെന്ന് തെളിഞ്ഞ ഒരു പരീക്ഷയാണ്. ആ പരീക്ഷയിൽ പോലും നിങ്ങൾ ഒന്ന് അന്വേഷിച്ച് നോക്കണം എന്തൊക്കെയാണ് അവിടെ പിന്നീട് നടന്നിട്ടുള്ളത്, പിന്നെ എന്താണ് അവിടെ കുട്ടികൾക്ക് ഒരു ഇത് കൊടുത്തിട്ടുള്ളത്, പിന്നെ എന്താണ് അവിടെ സൊല്യൂഷൻ ഉണ്ടായിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല, നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അങ്ങനെയൊന്നും പറഞ്ഞിരിക്കുന്നതിൽ ഇന്ത്യയിൽ അർത്ഥമില്ലാന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളത് വിട്ടേക്കുക. 160+ സ്കോർ ചെയ്യാനുള്ള ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തണം. അങ്ങനെ എത്തിയെങ്കിലേ നിങ്ങൾക്ക് ഒരു ജോലി വാങ്ങാനുള്ള കേപ്പബിലിറ്റി ഉള്ളൂ എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എക്സാം ഈസി ആണെങ്കിൽ ആ സ്കോറിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾക്ക് പറ്റണം. അതിനുള്ളൊരു വർക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് SSC ഇത്രയും പെട്ടെന്ന് കലണ്ടർ ഇറക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജൂൺ ജൂലൈയിൽ തന്നെ അടുത്ത എക്സാം നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ 2025 ആ ഒരു എക്സാം നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെയാണ് അവിടെ അഡ്വാൻറ്റേജ് ഉള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാത്രമാണ് അഡ്വാൻറ്റേജ് ഉള്ളത്. കാരണം നിങ്ങൾ ഓൾറെഡി ഒരു പ്രിലിംസ് എഴുതി അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുക. ഈ 150 ഒക്കെ കിട്ടിയ ആളുടെ അല്ലെങ്കിൽ 140 ഒക്കെ കിട്ടിയ ആളുടെ അവസ്ഥ എന്താ? ഒരു 2-3 മാർക്ക് അല്ലെങ്കിൽ ഒരു 10 മാർക്കിനൊക്കെ മിസ്സായ ആളുകളാണ്. പക്ഷെ നിങ്ങൾ അടുത്ത പ്രാവശ്യം ഒരു കട്ട് ഓഫിനെക്കാട്ടും ഒരു 20 മാർക്ക് കൂടുതൽ വാങ്ങിക്കാൻ കഴിവുള്ള ആളുകളാണ്. അതിനുള്ള 6 മാസമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് പറ്റണം. അപ്പൊ ഏറ്റവും നല്ല ബൂസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും നല്ല എനർജി എന്ന് പറയുന്നത് തന്നെയാണ് ഈ ജൂൺ ജൂലൈയിൽ അടുത്ത എക്സാം നടക്കാൻ പോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഇനി നിങ്ങളുടെ മുന്നിൽ അത് മാത്രം മതി. കഴിഞ്ഞു പോയത് പോട്ടെ എന്ന് വിചാരിക്കുക. ഇനി ഒരു റീ എക്സാമോ അങ്ങനെയൊന്നും നമ്മൾ അതൊക്കെ അങ്ങനെ ചിന്തിക്കുന്നതിന് ഒരു വലിയ ബ്ലണ്ടറാണ്. അപ്പൊ അതൊന്നും പറ്റിയൊന്നും തൽക്കാലം ചിന്തിക്കേണ്ട. നമുക്ക് നമ്മളുടെ ഈ ഒരു കാര്യമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ കോമ്പറ്റീറ്റീവ് എക്സാം ആവുന്ന സമയത്ത് പല സമയങ്ങളിലും നമ്മൾ എന്താവേണ്ടി വരും? കുറച്ച് സെൽഫിഷ് ആവേണ്ടി വരും. അങ്ങനെ സെൽഫിഷ് ആവുക. നിങ്ങൾ ജൂൺ ജൂലൈയിലെ എക്സാമിന് വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. ഇനി അവിടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തത് വേക്കൻസിയും കട്ട് ഓഫും. എങ്ങനെയാണ് 2025 വേക്കൻസിയും കട്ട് ഓഫും വരാൻ സാധ്യതയുള്ളത്? ഇതാണ് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ലാത്തത്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഹെഡിങ് വെച്ചത്. വേക്കൻസി എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അറിയാം 2023 8000 വേക്കൻസീസേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ കയറിയ ആൾക്കാരില്ലേ? ഉണ്ട്. അതിൽ കയറിയ മലയാളികളില്ലേ? ഉണ്ട്. കേരളത്തിൽ നിന്ന് 100 കൂടുതൽ ആളുകൾ ഈ ഒരു ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരാളാവാൻ നിങ്ങളെ കൊണ്ട് പറ്റണം. വേക്കൻസി എത്ര കുറഞ്ഞാലും നമുക്കതിൽ അവസരമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ 6 മാസം നമ്മുടെ മുന്നിലുള്ളത്. കട്ട് ഓഫ് ചിന്തിക്കുക പോലും ചെയ്യരുത്. ഓരോ മോക്ക് ടെസ്റ്റിനും നമുക്ക് 160, 170 എന്നുള്ള സ്കോറിലേക്ക് എത്താൻ വേണ്ടി പറ്റി കഴിഞ്ഞാൽ പിന്നെ കട്ട് ഓഫും നമുക്കൊരു വിഷയമല്ല. നമ്മൾ അവിടെ ചുമ്മാ പോയിട്ട് പരീക്ഷ എഴുതുക, തിരിച്ചു വരിക, കൂളായിട്ട് തിരിച്ചു വരിക എന്നുള്ളത് മാത്രമേ അവിടെ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ കട്ട് ഓഫ് 150 ആയിരിക്കുമോ 140 ആയിരിക്കുമോ, എനിക്ക് കയറാൻ പറ്റുമോ എന്ന് ചിന്തിക്കേണ്ട ഒരു ഗതികേടിലേക്ക് അടുത്ത വർഷവും നമ്മൾ പോകേണ്ടി വരരുത്. അങ്ങനെ പോകേണ്ടി വന്നാൽ അത് നിങ്ങളുടെ മാത്രം കുറ്റമാണ് എന്ന് മനസ്സിലാക്കുക. ഇപ്പം നിങ്ങൾ ഈ ഒരു പ്രിപ്പറേഷൻ്റെ എന്തൊക്കെയോ കുറേ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ 150, 140 അല്ലെങ്കിൽ 130 എത്തിപ്പോയത്, അല്ലെങ്കിൽ 100ന്റെ തൊട്ടടുത്ത് എന്നുള്ള രീതിയിലേക്കൊക്കെ എത്തിപ്പോയത് എന്നുണ്ടെങ്കിൽ അടുത്ത തവണ 6 മാസം മതിയടാ. 6 മാസം കൊണ്ട് ഞാൻ ഈ പറഞ്ഞ ലെവലിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും സാധിക്കണം. അവിടെ ഞാൻ നിങ്ങളെ 4 ഗ്രൂപ്പായിട്ടൊന്ന് തിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഒന്ന് 100ൽ കുറവ് മാർക്ക് കിട്ടിയ ആൾക്കാർ, 100ൽ കുറവ് മാർക്ക് കിട്ടിയ ആൾക്കാർ, അത് കഴിഞ്ഞാൽ പിന്നെ 100ൽ കൂടുതൽ കിട്ടിയ ആൾക്കാർ, പിന്നെ ഒരു 120+ കിട്ടിയ ആൾക്കാർ, പിന്നെ ഒരു 140+ കിട്ടിയ ആൾക്കാർ, പിന്നെ അതിൻ്റെ മുകളിലേക്കുള്ള ആൾക്കാർ. അപ്പോൾ ഇങ്ങനെ ഒരു 4 സെക്ഷൻ ഓഫ് ആൾക്കാരായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം, നിങ്ങൾ ഇതിൽ ഏത് ലെവലിലാണ് നിങ്ങൾ എന്നുള്ളത് നോക്കുക. എന്നിട്ട് അതിൽ ഏതിലാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഇനി അടുത്ത സ്ലൈഡ് മുതൽ പറയാൻ പോകുന്നത്. ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അതിലൊന്നാമത്തത് നമ്മൾ എന്ത് മിസ് ചെയ്തു എന്നുള്ളതാണ്. ഈ പറഞ്ഞ കൂട്ടർ എന്തൊക്കെ മിസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എന്താ മിസ് ചെയ്തത്? നിങ്ങൾ ഈ പറഞ്ഞ 100ൽ കുറവുള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ 120ൽ കുറവുള്ള ആളാണെങ്കിൽ നിങ്ങൾ എന്ത് മിസ് ചെയ്തു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ലെസ് ദാൻ 100 ഉള്ള ആളാണെങ്കിൽ, 100ൽ കുറവുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് സബ്ജക്ട് നോളജ് ഭയങ്കര കുറവാണ്.
കുറവാണ്. ഇവിടെ ഒരു കാര്യമുള്ളത്, നമ്മൾ സത്യസന്ധമായ കാര്യം അല്ലെങ്കിൽ യാഥാർത്ഥ്യം പറയുന്ന സമയത്ത് നിങ്ങളിൽ പലർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, പക്ഷേ നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പറയാണ്, 100-ൽ കുറവാണ് നിങ്ങളെ മാർക്ക്, പ്രത്യേകിച്ച് ഇത്തവണ വളരെ എളുപ്പമുള്ള എക്സാം ആയിരുന്നു. എന്നിട്ട് നിങ്ങൾക്ക് 100-ൽ കുറവായിരുന്നു മാർക്ക് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് സബ്ജക്ട് നോളജ് വളരെ മോശമായിട്ടുള്ളത്. നിങ്ങൾ ഒന്നും കൂടെ എന്ത് ചെയ്യേണ്ടതുണ്ട്, പ്രോപ്പറായിട്ട് പഠിച്ചെടുക്കേണ്ടതുണ്ട്, ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് സമയമില്ലാന്നൊന്നുമല്ല, അതിനും സമയമുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി കാര്യങ്ങളൊക്കെ അറിയാം, എന്തൊക്കെ സബ്ജക്റ്റ് എന്തൊക്കെ എവിടെയൊക്കെ ഫോക്കസ് ചെയ്യണം എന്നറിയാം. അപ്പോൾ ഓരോ സബ്ജക്റ്റിലും പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കേണ്ടതുണ്ട് ഈ ലെസ് ദാൻ 100 എന്നുള്ള ആളുകൾ. അപ്പോൾ നിങ്ങൾ മാത്സിനും റീസണിങ്ങിനൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുക. സാധാരണയായിട്ട് മാത്സും റീസണിങ്ങും അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന ആളുകളൊക്കെ 100-ൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം മാത്സ് റീസണിങ് പോലുള്ള സബ്ജക്റ്റുകളിൽ വീക്കാണെന്നുള്ളതാണ്. അതിൽ വർക്ക് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പഠിച്ച് അവിടുത്തെ കണ്ടന്റ് സെറ്റ് ആവാത്ത ആളുകളായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതൊക്കെ റിഫ്രഷ് ചെയ്തിട്ട് പ്രോപ്പറായിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അതാണ് നിങ്ങൾ ഇവിടെ ആദ്യം ചെയ്യേണ്ടത്. നിങ്ങൾ 100-ൽ കുറവുള്ള ആളുകളാണെങ്കിൽ സബ്ജക്റ്റിൽ സ്ട്രോങ് ആക്കുക, 4 സബ്ജക്റ്റിനും പണിയെടുക്കുക. ഇനി രണ്ടാമത്തെ കാര്യം ലാക്ക് ഓഫ് കണ്ടന്റ് തന്നെയാണ്. അതായത് ഈ പറഞ്ഞ ടോപ്പിക്കുകളിലൊക്കെ കണ്ടന്റ്, നിങ്ങൾ പഠിച്ച കണ്ടന്റ് കുറവായിരിക്കും. നിങ്ങൾ പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ലെസ് ദാൻ 100 എന്ന് പറഞ്ഞ ഒരു ഐഡിയയിലേക്ക് പോയിട്ടുള്ളത്. അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ, പുതിയ കൺസെപ്റ്റുകൾ പഠിക്കാൻ വേണ്ടി പറ്റണം. അതായത് നിങ്ങൾ ചിലപ്പോൾ പഴയ ഐഡിയാസ് വെച്ചിട്ടായിരിക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ടൈം ഒട്ടും പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, കൺസെപ്റ്റുകൾ പ്രോപ്പറായിട്ട് പഠിച്ചെടുക്കാനുള്ള ഒരു ശ്രമം. നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽസ് ഉണ്ട്, നിങ്ങൾക്ക് കോച്ചിങ്ങിന് പോകണമെങ്കിൽ പോകാം. എവിടെയാണോ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ കിട്ടുന്നത് അവിടെ പോയിട്ട് അത് പഠിക്കുക. ഇനി സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യാനാണെങ്കിൽ ബുക്സ് ഉണ്ട്. ബുക്സ് ഒക്കെ വാങ്ങുമ്പോൾ അത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ആളുകൾ മാത്രമേ വാങ്ങാവുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അസിസ്റ്റൻസ് തരാൻ ആരെങ്കിലും വേണം. കാരണം നിങ്ങൾ പഠിക്കുന്നത് ശരിയായ രീതിയാണോ എന്ന് മനസ്സിലാക്കാനും പറ്റണം. അതിന് യൂട്യൂബ് ചാനൽസ് ഉണ്ട്, വേണമെങ്കിൽ അതിൻ്റെ ഹെൽപ്പ് തേടാം. നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ തന്നെ ഒരുപാട് കണ്ടന്റ് കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ പറ്റുമെങ്കിൽ അതൊക്കെ എടുത്ത് വെച്ച് നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് റീഫ്രെയിം ചെയ്യണം, റീസ്ട്രക്ചർ ചെയ്യണം നിങ്ങളെ കൺസെപ്റ്റുകൾ. നിങ്ങളെ കൺസെപ്റ്റുകൾ ഒരു പ്രോപ്പർ ഓർഡറിലല്ല ഉള്ളത്. അതൊന്ന് റീസ്ട്രക്ചർ ചെയ്തെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. അതുകൊണ്ട് എല്ലാ സബ്ജക്റ്റുകളിലും എന്ത് ചെയ്തോളുക, കോൺസെൻട്രേറ്റ് ചെയ്തോളുക. ലെസ് ദാൻ 100 ആണെങ്കിൽ നിങ്ങൾ ഒരു കഴിഞ്ഞ തവണ ഒരു റൈറ്റ് ട്രാക്കിലേ അല്ല പോയത് എന്ന് തന്നെ മനസ്സിലാക്കിക്കൊള്ളുക. പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് വെട്ടി മാറ്റിയിട്ട് പുതിയ കാര്യങ്ങൾ, നിങ്ങൾ കേട്ടിട്ടില്ലേ അൺലേൺ ചെയ്യാന്ന് കേട്ടിട്ടില്ലേ, അൺലേൺ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് പുതിയ കാര്യങ്ങൾ പഠിക്കുക. ഇനി ലെസ് ദാൻ 120, അതായത് 100-ൻ്റെയും 120-ൻ്റെ ഇടയ്ക്കുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടുന്ന ഏറ്റവും വലിയ വിഷയം എനിക്ക് തോന്നുന്നത് GK ആൻഡ് ഇംഗ്ലീഷ് ആയിരിക്കണം. GKയിലും ഇംഗ്ലീഷിലും ഭയങ്കര വീക്ക് ആയതുകൊണ്ടായിരിക്കണം നിങ്ങൾ 120-ൽ താഴെ എന്നുള്ള ഒരു ലെവലിലേക്ക് പോയത്. ഈ 100 വരെ എത്താൻ നിങ്ങളെ മാത്സ് റീസണിങ് ഹെൽപ്പ് ചെയ്യും. പൊതുവെ അങ്ങനെയാണ് സംഭവിക്കുന്നത്. പക്ഷേ ആ 120 എന്നുള്ളൊരു ലെവൽ ക്രോസ് ചെയ്യണമെങ്കിൽ നിങ്ങളെ GKയും ഇംഗ്ലീഷും ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ GK ഇംഗ്ലീഷ് നല്ലപോലെ വീക്ക് ആയതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ഇത് കിട്ടാണ്ടിരിക്കാനുള്ള സാധ്യത. ഇനി അതുപോലെ തന്നെ ലാക്ക് ഓഫ് പ്രാക്ടീസ്. നമ്മുടെ കയ്യിൽ കണ്ടന്റ് ഉണ്ട്, പക്ഷേ നമ്മൾ ഈ ഒരു കുറുക്കിനെ പോലെയാണ്. നമുക്ക് കുറേ ട്രിക്സ് അറിയാം, ഏതൊക്കെ എവിടെയൊക്കെ അപ്ലൈ ചെയ്യണം, ഏത് ക്വസ്റ്റ്യൻ വന്നാൽ എന്തൊക്കെ അപ്ലൈ ചെയ്യണം എന്ന് അറിയാത്ത ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമ്മൾ എക്സാമിന് പോകുമ്പോൾ കൺഫ്യൂസ്ഡ് ആണ്, നെർവസ് ആണ് എന്നുള്ളൊരു പ്രശ്നം കൊണ്ട് നമുക്ക് ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റൂല. എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഇത് ഇങ്ങനെയായിരുന്നു അല്ലേ, ഇതെനിക്ക് അറിയായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഈ 120 ലെവലിലുള്ള ആൾക്കാരുടെ ഒക്കെ പ്രശ്നമുള്ളത്. അപ്പം നിങ്ങൾ പ്രാക്ടീസ് കുറവാണ്, സത്യമാണ്, യാഥാർത്ഥ്യമാണ്. നിങ്ങൾ എന്നെ ഒന്ന് മനസ്സിലാക്കി നോക്കുക. ശരിയല്ലേ, പ്രാക്ടീസ് കുറവാണ്. ഞാൻ ക്ലാസ്സിലിരിക്കുന്നുണ്ട്, എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്, എന്നാൽ ഞാൻ പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നില്ല, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നില്ല, റിവൈസ് ചെയ്യുന്നില്ല. ഈ ഒരു പ്രാക്ടീസിന്റെ പ്രശ്നം തന്നെയാണ് നിങ്ങൾ ഈ 120-ൽ ലോക്കാക്കി നിർത്തുന്നത് എന്ന് മനസ്സിലാക്കണം. ഇനി ഇവിടെ വേറൊരു കാര്യം കൂടെ ഉള്ളത്, നിങ്ങൾ കണ്ടന്റ് മോക്ക് ടെസ്റ്റ് വഴി, മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന തന്നെ ഒരു ഭയങ്കര ഒരു ഐഡിയ ആണ്. അപ്പോൾ മോക്ക് ടെസ്റ്റ് വഴി തന്നെ നിങ്ങൾ കണ്ടന്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരു കുറച്ച് കാര്യങ്ങൾ അറിയാം. ഇനി കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, മോക്ക് ടെസ്റ്റുകൾ വഴി പഠിക്കണം. ഓക്കെ, ഇനി അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പം ചില ബേസിക് മെത്തേഡ്സ് ഫോളോ ചെയ്യുന്നുണ്ടാവും. ആ ബേസിക് മെത്തേഡ്സ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഷോർട്ട് കട്ടുകളെയും കൂടെ അന്വേഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ സ്വന്തമായിട്ട് ഷോർട്ട് കട്ടുകൾ കണ്ടുപിടിച്ചാൽ നല്ലത്. ഇനി അതല്ല, നിങ്ങൾക്ക് അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ മറ്റാളുകളെ ഡിപ്പെൻഡ് ചെയ്യുക. നിങ്ങൾക്ക് അവിടുന്ന് നിങ്ങൾ പഠിച്ച സ്ഥലങ്ങളിൽ അത് കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടുന്ന സ്ഥലങ്ങൾ അന്വേഷിച്ച് പോവുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു ഒരു സജഷൻ തരാം. അതായത് ലെസ് ദാൻ 120 ഉള്ള ആൾക്കാർക്ക്, അതായത് 100-ൽ കൂടുതലുണ്ട് എന്നുള്ള ആളുകൾക്ക് നമ്മൾ ദിശ അക്കാദമി ഒരു ഗിഫ്റ്റായിട്ട് തന്നെയാണ്, നിങ്ങളൊരു ഗിഫ്റ്റായിട്ട് തന്നെ കാണണം. ഒരു ഗിഫ്റ്റായിട്ട് തരുന്നുണ്ട്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങളോട് പറയാം. ഓക്കെ, അതുപോലെ അടുത്തതായിട്ട് ലെസ് ദാൻ 140 ഉള്ള ആൾക്കാരുടെ ഒരു സിറ്റുവേഷൻ, അതായത് 120 to 140 ഉള്ള ആൾക്കാരുടെ സിറ്റുവേഷൻ
അവർക്ക് മിക്കവാറും GK ഭയങ്കര പ്രശ്നമായിരിക്കും. ഒരു 4 ക്വസ്റ്റ്യൻ 5 ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഒരു 8 ക്വസ്റ്റ്യൻ അതിലപ്പുറത്തേക്ക് GKയിൽ മാർക്ക് കിട്ടാത്തതായിരിക്കണം അവരുടെ പ്രശ്നം. ഓർ നേരത്തെ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് ഏതെങ്കിലും ഒന്നിൽ വീക്ക് ആയതുകൊണ്ടാണ്, നേരത്തെ രണ്ടും വീക്ക് ആയതുകൊണ്ടായിരിക്കണം ഇവിടെ നിങ്ങളെ പ്രശ്നം കൂടുതലും GKയിലായിരിക്കും. മാത്സ് ഒക്കെ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു 40+ എപ്പോഴും സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. 40+ എപ്പോഴും മാത്സിലുണ്ടാവും. 40+ എപ്പോഴും റീസണിങ്ങിൽ ഉണ്ടാവും. ഒരു 35+ എപ്പോഴും അല്ലെങ്കിൽ 40+ എപ്പോഴും ഇംഗ്ലീഷിലുണ്ടാവും. പക്ഷേ GKയിൽ നിങ്ങൾക്ക് വേണ്ട പോലെ സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 40+നെയൊക്കെ 45+ഉം 50+ഉം ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ പഴയ കൺസെപ്റ്റുകളെയൊക്കെ ബേസിക് ഐഡിയാസിനെയൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് ഫ്രഷ് ആയിട്ടുള്ള ഐഡിയകൾ വെച്ചിട്ട് ഒരു പെൻലെസ് ആയിട്ടുള്ള മെത്തേഡുകളൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ആ ഒരു ഐഡിയയിലേക്ക് മാറുക. അതായത് നിങ്ങൾക്ക് മുന്നോട്ട് ഇനി എന്തായിരിക്കണം സംഭവിക്കേണ്ടത്? ഭയങ്കര റെവല്യൂഷൻ ആയിരിക്കണം. നിങ്ങൾ ഇപ്പം ചെയ്യുന്ന എന്താണോ അതിൽ നിന്ന് ഭീകരമായിട്ടുള്ള അപ്ഡേഷൻ നിങ്ങൾക്ക് ഉണ്ടാവണം. അതാണ് വേണ്ടത്. അതായത് നിങ്ങൾ ഒരു പഴയ മെത്തേഡുകൾ ഒരുപാടുണ്ട്, നമ്മൾ എഴുതി മാത്രം കണ്ടുപിടിക്കുന്ന ഒരുപാട് മെത്തേഡുകളുണ്ട്. മാക്സിമം അതിനെയൊക്കെ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കണം. ഇനി അവിടെ വീക്കായിട്ടുള്ള പോയിന്റ്സ് ഉണ്ടാവുക. നിങ്ങൾക്ക് സബ്ജക്റ്റുകളൊന്നും വീക്ക് ആയിരിക്കില്ല, ചില പോയിന്റുകളിൽ മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് മാത്രമായിരിക്കും, ചിലപ്പോൾ ചില ടോപ്പിക്കുകൾ മാത്രം, നിങ്ങൾക്ക് അഡ്വാൻസ് എന്ന് പറയുന്ന ഏരിയ മാത്രമായിരിക്കും പ്രശ്നം, അല്ലെങ്കിൽ അരിത്തമെറ്റിക്കിലുള്ള ഏതെങ്കിലും ഒരു പോർഷൻ ആയിരിക്കും പ്രശ്നം, ഇല്ലെങ്കിൽ GKയിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ആയിരിക്കും പ്രശ്നം. അങ്ങനെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു വിഷയം വരുന്ന സമയത്ത് അവിടെ നിങ്ങൾ ഗൈഡൻസ് സീക്ക് ചെയ്യണം. ചിലപ്പോൾ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ 140 ചിലപ്പോൾ 150 ആവുമായിരിക്കും. അപ്പോൾ അവിടെ ഗൈഡൻസ് സീക്ക് ചെയ്യാൻ മടിയൊന്നും കാണിക്കരുത്. നിങ്ങൾക്ക് എവിടെ റീച്ച് ചെയ്യാൻ പറ്റുമോ അവിടെ റീച്ച് ചെയ്തിട്ട് ചോദിക്കുക, എന്താണ് ഇതിനൊരു സൊല്യൂഷൻ ഉള്ളത്. നിങ്ങളോട് ചോദിച്ചാൽ എടാ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്, കടം ചോദിക്കുമെന്നല്ലോ, ആരും പറഞ്ഞുതരും. ഈ ഒരു ഫീൽഡിലുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളോട് നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പ്രോപ്പറായിട്ടുള്ള മറുപടി കൃത്യമായിട്ട് നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗൈഡൻസ് സീക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദിശ അക്കാദമിയിൽ സീക്ക് ചെയ്യണം. നിങ്ങൾ നേരിട്ട് വന്നാൽ മതി. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുള്ളതെന്നുണ്ടെങ്കിലും നമുക്കത് ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഗൈഡൻസ് നിങ്ങൾ സീക്ക് ചെയ്യാൻ മടി കാണിക്കരുത്. എനിക്ക് 140 ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇനിയിപ്പം വേറൊരാൾ ചോദിച്ചാൽ ഞാൻ അങ്ങ് മോശക്കാരനായി പോകും, അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഒറ്റ പോയിന്റ് ആയിരിക്കും പ്രശ്നം, അതൊന്ന് ഗൈഡൻസ് എടുത്ത് തന്നെ നിങ്ങളൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി 140 to 150 ആ ലെവലിലേക്ക് കയറിയിട്ടുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും അവരുടെ പ്രശ്നം GK മാത്രമായിരിക്കണം, GKയിലായിരിക്കണം അവർക്ക് കിട്ടാണ്ടായി പോയത്. നിങ്ങൾ ചിന്തിച്ച് നോക്കുക, നിങ്ങൾക്ക് ഒരു 140+ ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ നിങ്ങൾക്ക് GKൻ്റെ മാർക്ക് ഭയങ്കര കുറവായതുകൊണ്ടായിരിക്കും. അവിടെ നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് അറിയാമോ? നിങ്ങൾക്ക് അവിടെ പിടിച്ചു നിൽക്കാനുള്ള ഒരു കഴിവാണ് വേണ്ടത്. ഇവിടെ ഞാൻ പെർസിവറൻസ് എന്നാണ് കൊടുത്തത്, പെർസിവറൻസ് ഒന്നും അല്ല, അവിടെ നിങ്ങൾക്ക് സർവൈവലാണ് വേണ്ടത്. ഈ ഒരു സാഹചര്യം നിങ്ങൾക്ക് 3 മാർക്കിന് മിസ്സായി എന്നുള്ള ഒരു സാഹചര്യത്തിന് സർവൈവ് ചെയ്യണം. എനിക്കറിയാം നിങ്ങളുടെ ഫാമിലിയിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. ഈ പ്രാവശ്യം കയറുമെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കയറാൻ പറ്റാത്തതിൻ്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ടാവും. അത് നിങ്ങളെ ബാധിക്കാൻ പാടില്ല, അതങ്ങ് വിട്ടേക്കുക. കഴിഞ്ഞത് വിട്ടേക്കുക, ഇനി അതിനെപ്പറ്റി ചിന്തിക്കേണ്ട. പക്ഷേ അവിടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാൻ, ഇന്നലെ വരെ എങ്ങനെ പഠിച്ചോ അങ്ങനെ തന്നെ മുന്നോട്ടും പഠിക്കാൻ നിങ്ങൾക്ക് പറ്റണം. ആ ഒരു ലെവലിൽ തന്നെ മുന്നോട്ട് പോയിട്ട് ഈ 150 എന്നുള്ളത് 160 170 റേഞ്ചിലേക്ക് 160 ഒക്കെ എത്തിക്കാൻ പറ്റും. 160 എത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾ ഇവിടം വരെ എത്തിയതുകൊണ്ട് നിങ്ങൾ മറ്റേ ജെമ്മ് കണ്ടുപിടിക്കുന്നതിൻ്റെ തൊട്ട് പിന്നിലുള്ള സിറ്റുവേഷനിലാണ് ഉള്ളത്. ഒന്നും കൂടെ ഒന്ന് കുഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഒന്നും കൂടെ കുഴിക്കാൻ വേണ്ടി തയ്യാറാവുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അവിടെയും നിങ്ങൾക്ക് എന്തെങ്കിലും അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ സബ്ജക്റ്റിനൊന്നും ആയിരിക്കില്ല പ്രശ്നം, നിങ്ങൾക്ക് മെൻ്റലി ഒക്കെ ആയിരിക്കും, എനിക്കിനി സ്കിപ്പ് ചെയ്യാം, ഞാൻ SSC വിടാം എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും അസിസ്റ്റൻസ് ചോദിക്കുക. ഈ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയിട്ട് പിന്നീട് സക്സസ്ഫുൾ ആയ ഒരുപാട് ആൾക്കാരുണ്ട്, അവരോട് നിങ്ങൾ കാര്യങ്ങൾ ചോദിക്കുക. അവരുടെ ഒരു മെൻറ്ററിങ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇവിടെ ദിശ അക്കാദമിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റും. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഈ 100 ബിലോ ആയിട്ടുള്ള ആളുകളെ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അവിടെ നിങ്ങൾ സബ്ജക്റ്റ് വീക്ക് ആയതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചേ പറ്റുള്ളൂ, തുടക്കം മുതൽ പഠിച്ചേ പറ്റുള്ളൂ. പക്ഷേ ഈ 100 എബോവ് ആയിട്ടുള്ള കുട്ടികൾ നിങ്ങൾ ചെറിയ എന്തൊക്കെയോ കാര്യങ്ങൾ മിസ് ചെയ്യുന്നുള്ളൂ. അപ്പം നിങ്ങളെ അടുത്ത തവണ ജൂൺ ജൂലൈയിൽ നടക്കുന്ന CGL പ്രിലിംസ് ക്ലിയർ ചെയ്ത് തരിക എന്നുള്ളത് ദിശ അക്കാദമി ഒരു ടാസ്ക് ആയിട്ട് എടുക്കാൻ പോവുകയാണ്. അതിന് നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങൾ ദിശ അക്കാദമിൻ്റെ ഏതെങ്കിലും ഒരു സെൻറ്ററിലേക്ക് നിങ്ങളുടെ സ്കോർ കാർഡ് ഇപ്പോൾ വരുമല്ലോ, സ്കോർ കാർഡുമായിട്ട് വന്നാൽ മതി. നിങ്ങൾക്ക് നമ്മളെ ഫീസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഭീകരമായിട്ടുള്ള ഫീസ് റിഡക്ഷനിൽ, അതായത് ഒരു 10,000 രൂപയുടെ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് 10,000 രൂപേൻ്റെ ഫീസ് റിഡക്ഷനാണ്. ഞാനിവിടെ ഇത്രയും സിമ്പിളായിട്ടാണ് പറയുന്നത്. ഫീസ് റിഡക്ഷനിൽ തന്നെ ഇനി എന്തുകൊണ്ടാണ് ഒരു ചെറിയ ഫീസ് വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്രീ ആയിട്ട് ഒരാളെ ഓഫ്ലൈനിൽ പഠിപ്പിക്കുന്ന സമയത്ത് അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, അയാൾക്കൊരു വിലയില്ലാതായി പോകുന്നുണ്ട്. അതുകൊണ്ട് മാത്രം ഒരു ഫീസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക്
നിങ്ങൾക്ക് വേണ്ടി ഈ 100 എബോവ് കിട്ടിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് നിങ്ങൾക്ക് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ 100 എബോവ് കിട്ടിയ കുട്ടികളെ അടുത്ത തവണ ഈ ജൂൺ ജൂലൈയിൽ നടക്കുന്ന പരീക്ഷയിൽ പ്രിലിംസ് ക്ലിയർ ചെയ്യിപ്പിക്കുക എന്നുള്ള അത് 100% ആണ്. ആ ഒരു ലക്ഷ്യത്തോടെയാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ദിശ അക്കാദമിയിൽ റീച്ച് ചെയ്യുക. ഈ പറഞ്ഞ 140, 150 അതുപോലെ തന്നെ 120 എബോവ് അല്ലെങ്കിൽ 100 എബോവ് ഉള്ള ഏത് കുട്ടികൾ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു കാര്യം കിട്ടും. ഇത് നിങ്ങൾക്ക് ഫെബ്രുവരി വരെ അവൈലബിൾ ആയിരിക്കും. കാരണം ആ ഒരു 3 മാസം മതി എന്നുള്ളൊരു ധാരണ ഞങ്ങൾക്ക് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് 3 മാസം മതി എന്ന് പറഞ്ഞാൽ പ്രിലിംസ് ക്ലിയർ ചെയ്യാനുള്ള കാര്യമാണ് പറയുന്നത്. അവിടെയും നമുക്കൊരു മെയിൻസ് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് മാക്സിമം നേരത്തെ പറ്റുമെങ്കിൽ ഈ ഡിസംബറിൽ തന്നെ നിങ്ങൾ റീച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു പുതിയ തുടക്കം ഉണ്ടാക്കുക. ലൈഫ് അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് മാറണം. നിങ്ങളെ കൾച്ചർ മാറണം. നിങ്ങൾ ചിലപ്പോൾ ആ നിൽക്കുന്ന സിസ്റ്റത്തിന്റെ പ്രശ്നമായിരിക്കും അത്. ആ ഒരു കൾച്ചർ മാറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഒന്നും കൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റണം. അവിടെ ഫ്രഷ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റണം. നിങ്ങളെ 100ഉം 120ഉം അതുപോലെ തന്നെ 140ഉം 150ഉം എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, 160യിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റണം. അതിനുള്ളൊരു വർക്ക് നിങ്ങൾ ഇടാൻ റെഡി ആണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ദിശ അക്കാദമിയിലേക്ക് വരിക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ജൂൺ ജൂലൈയിൽ നടക്കുന്ന എക്സാം കഴിഞ്ഞിട്ട് ഇതുപോലെ നമ്മളെ യൂട്യൂബ് ചാനലിൽ ഇതുപോലെ നിങ്ങളെ ഫോട്ടോസ് വെച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാം. അത്രയും മാത്രമാണ് പറയാനുള്ളത്. അപ്പോൾ ഏറ്റവും നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു മനസ്സോടെ തന്നെ അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. അത് മാത്രമായി പോരുത്, CGL മാത്രമായി പോരുത്. CGL നമ്മൾ മെയിൻ ഫോക്കസ് ആക്കി വെച്ചുകൊണ്ട് മറ്റ് എക്സാമുകളും കൂടെ എഴുതുക. എന്തായാലും 2025 നിങ്ങൾക്ക് പ്രിലിംസ് മാത്രമല്ല മെയിൻസും കിടക്കാൻ പറ്റും. അതിനുള്ള മെൻറ്റാലിറ്റി, അതിനുള്ള കൾച്ചർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കാണ്ടിരിക്കുക. ദിശ അക്കാദമിയുടെ ഈ ഒരു കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 8075753676. നിങ്ങൾക്ക് ഏത് സെൻറ്ററിലേക്കാണോ വേണ്ടത് നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വേണ്ട അസിസ്റ്റൻസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ. അപ്പം അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് നമ്മുടെ കൊല്ലം, അത് കൊട്ടാരക്കര, കാലിക്കറ്റ്, ട്രിവാൻഡ്രം, പിന്നെ തൃശ്ശൂർ ഏത് സെൻറ്ററിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ ധൈര്യമായിട്ട് വരിക. മനസ്സിൽ നിങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം അടുത്ത CGL ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം. അതിന് നിങ്ങൾക്ക് പറ്റും, അതിന് ഞങ്ങൾക്കും സഹായിക്കാൻ പറ്റും എന്നുള്ള പൂർണ്ണമായ ബോധ്യമുള്ളത് കൊണ്ടാണ് ഇത്രയും കോൺഫിഡൻസോട് പറയുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് കയറി വന്നോളാം, പഠിച്ചോളാം. താങ്ക് യു.